കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ യുവ നേതാവ്. CPM-ന്റെ എക്കാലത്തെയും ഇപ്പോൾ പേടി സ്വപ്നം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റ്, കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗം ആരാണെന്നല്ലേ? ഷാഫി പറമ്പിൽ. കരിമ്പനയുടെ നാട്ടിൽ നിന്നും തച്ചോളി ഉദയനന്റെ കളരിപ്പയറ്റിന്റെ നാട്ടിലേക്ക് എത്തിയ യുവ പോരാളി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ CPM-ന്റെ KK ശൈലജയെ 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ അന്നു മുതൽ CPM-ന് ഷാഫി കണ്ണിലെ കരടാണ്. ഷാഫിയെ തകർക്കാൻ എന്ത് തോന്നിവാസവും CPM സ്വീകരിക്കും എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു നടത്തിയ പ്രസംഗം. എല്ലില്ലാത്ത നാകൊണ്ട് എന്തും വിളിച്ചു പറയുന്ന സുരേഷ് ബാബുവിന് ഷാഫി ആരാണെന്ന് കൃത്യമായി അറിയാം. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-ന്റെ കോട്ടക്കൊത്തളമായിരുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹ ആശീർവാദത്തോടുകൂടി ഒരു ചെറുപ്പക്കാരൻ മത്സരിക്കാനെത്തുന്നു. അന്നത്തെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷൻ ദീപശിഖാങ്കിത ഇന്ദ്രനീല പൊൻപതാക കയ്യിലെടുത്ത ആ ചെറുപ്പക്കാരൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുമ്പോൾ CPM-കാരൻ പോലും സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല ആ മണ്ഡലം തങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന്. എന്നാൽ ഷാഫി മാജിക്കിലൂടെ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. 2016 വർദ്ധിത വീര്യത്തോടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ഷാഫി മണ്ഡലം നിലനിർത്തി. 2021 ആകുമ്പോൾ ചിത്രം മാറി. 2021 കോൺഗ്രസും BJP-യും തമ്മിലുള്ള നേർക്കുനേർ മത്സരം. മെട്രോമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ശ്രീധരനെ BJP രംഗത്തിറക്കി. എന്നാൽ കപ്പിനും ലിപ്പിനുമിടയിൽ BJP-ക്ക് വീണ്ടും മണ്ഡലം നഷ്ടമായി. കരിമ്പനയുടെ നാട്ടിൽ തേരുതെളിക്കാൻ ഷാഫിയല്ലാതെ മറ്റൊരാളുമില്ലെന്ന് പാലക്കാട്ടെ ജനങ്ങൾ വിധിയെഴുതി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ KK ശൈലജ എന്ന് പറയുന്ന CPM-ന്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളെ നേരിടാൻ ഷാഫിയെ പാർട്ടി വടകരയിൽ രംഗത്തിറക്കി. അന്ന് വരെ കണ്ട വടകരയായിരുന്നില്ല പിന്നീട് കണ്ടത്. വടകരയിലെ അടക്കാത്തെരു മുതൽ ശ്രീനാരായണ നഗരത്തിലെ ഗ്രൗണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ ഷാഫി വന്നിറങ്ങുമ്പോൾ ജനസാഗരം. പിന്നിട്ട വഴികളിലും കടന്നു ചെന്ന വീതികളിലുമെല്ലാം ആയിരങ്ങൾ ഷാഫിയെ വരവേൽക്കാൻ എത്തുന്ന കാഴ്ച. CPM-ന്റെ കിളിപാറിയ നിമിഷം. വടകരയിലും CPM-ന് ദയനീയമായ തോൽവി. അന്നവർ ഉറപ്പിച്ചു ഷാഫിയെ തോൽപ്പിക്കണം. എങ്ങനെ? ജനാധിപത്യ രൂപത്തിലല്ല. സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെ വല്ല അഭിഹിത ഗർഭക്കേസിൽ കുടുക്കിയോ വല്ല പെണ്ണുകേസിൽ കുടുക്കിയോ ഷാഫിയെ ഇല്ലായ്മ ചെയ്യണം. ആദ്യം അവർ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി. നേതൃത്വം നൽകിയത് DYFI-യുടെ വടകര ബ്ലോക്ക് സെക്രട്ടറി. പ്രചരിപ്പിച്ചത് CPIM-ന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറി മോഹനന്റെ ഭാര്യ KK ലതിക, മുൻ MLA. എന്നാൽ 8 നിലയിൽ പൊട്ടി. ഷാഫിയെ മതമൗലികവാദിയാക്കി മാറ്റാനുള്ള ശ്രമം നടത്തി വീണ്ടും. എന്നാൽ പരാജയം CPM രുചിച്ചു. ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച് വടകരയിലെ ജനാധിപത്യ മതേതര മനസ്സ് ഷാഫിയെ സ്വീകരിച്ചു. അവിടെയും CPM തോറ്റു. പിന്നീടാണ് CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ദൗത്യം ഏറ്റെടുത്തത്. ഷാഫിയെ വേറെ രൂപത്തിൽ അവതരിപ്പിക്കാനായിരുന്നു പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ശ്രമം. അവിടെയും CPM പരാജയപ്പെട്ടു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മതേതര കേരളത്തിലെ വോട്ടർമാർ രാഷ്ട്രീയം മറന്ന് ഷാഫിയെ പുൽകുന്ന കാഴ്ച. അന്തം തമ്മികളല്ലാത്ത ആളുകൾ മുഴുവൻ ഷാഫിയെ ഹൃദയത്തോട് ചേർത്തു. EN സുരേഷ് ബാബുവിന്റെ പരാമർശത്തിൽ കോൺഗ്രസ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. എറണാകുളത്തെ ഒരു വനിതാ നേതാവ് കൊടുത്ത പരാതിയിൽ അന്തരിച്ച CPM നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഷാജഹാനെതിരെ ദ്രുതഗതിയിൽ നടപടി സ്വീകരിച്ച കേരള പോലീസ്, ഷാജഹാനെ അറസ്റ്റ് ചെയ്ത കേരള പോലീസ് ഷാഫി നൽകിയ പരാതിയിൽ എന്ത് നടപടി സ്വീകരിക്കും? അതെന്താ? നീതി CPM കാരണം മാത്രം മതിയോ? നീതി ഷാഫിക്ക് വേണ്ടേ? നീതി മറ്റുള്ളവർക്ക് വേണ്ടേ? നീതി കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരനും ലഭിക്കണ്ടേ? എന്താ പിണറായി വിജയന്റെ ഭരണത്തിൽ അത് ലഭിക്കില്ലേ? രാഷ്ട്രീയ എതിരാളിയെ എന്ത് തമ്മാടിത്തവും പറഞ്ഞ ഇല്ലാതാക്കാമെന്ന് CPM കരുതണ്ട. കാലം മാറി. പണ്ടത്തെ പോലെ മണിക്കൂറുകളും ദിവസങ്ങളും കഴിഞ്ഞ് വാർത്തകൾ എത്തുന്ന കാലമല്ല. നിമിഷങ്ങൾ കൊണ്ട് വിരൽത്തുമ്പിൽ വാർത്തകൾ എത്തുന്ന കാലമാണിത് സഖാവേ. നിങ്ങൾക്ക് തെറ്റി. ഷാഫി കേരള രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളറാണ്. കോൺഗ്രസിന്റെ പവർ ഹൗസ് ആണ് ഷാഫി. ആ പവർ ഹൗസിനെ 100 വാട്ട് ബൾബ് കൊണ്ട് തകർക്കാമെന്ന് CPM-കാരൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ
നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലുമല്ല, നിങ്ങൾ ഒരു കൂട്ടം വിഡ്ഢികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് എന്നും മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.